പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ.എസ്. ഹംസയാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ 3 തവണയും ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു ലോക്സഭാ മണ്ഡലമാണ്. അങ്ങ് മുൻപത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് മത്സരത്തെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 3 തവണ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ശരിയല്ല. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ആ തരംഗത്തിലാണ് കിട്ടിയതാണ്. അതിന് മുമ്പത്തെ തവണ ഒരു 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ 20 വോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ വോട്ടല്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഭൂരിപക്ഷമേ അല്ല. ഈ ഭൂരിപക്ഷത്തൊക്കെ വേഗത്തിൽ മറികടക്കാം. അന്നൊക്കെ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇപ്പോൾ ഉണ്ട്. ആ രാഷ്ട്രീയ പരിസ്ഥിതി, ഇന്നത്തെ പുതിയ രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ, മുമ്പ് ഫാസിസ്റ്റുകളെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പകരം വെക്കാൻ കോൺഗ്രസിനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല. ഫാസിസ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യമാണുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ ഇടതുപക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാസിസ്റ്റുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് എന്ന ഇക്വേഷൻ മാറിപ്പോയി. പകരം അത്തരം വോട്ടൊക്കെ തന്നെ അത്തരം വോട്ടർമാരിൽ ഒരു മതേതര സ്വഭാവമുള്ളവരും മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. കാരണം അവർ വോട്ട് പാഴായി പോകുന്നില്ല എന്നതുകൊണ്ട്. വോട്ട് പാഴായി പോകും എന്നതുകൊണ്ടാണ് മുമ്പ് മറിച്ച് കൊടുത്തിരുന്നത്. അത് ഇനിയുണ്ടാവില്ല. അങ്ങനെ വന്നാൽ തന്നെ രാഷ്ട്രീയ സമവാക്യം ഏറെക്കുറെ കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് ജയിക്കാൻ പറ്റും. കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസങ്ങൾ കൊണ്ട് 5-6 മാസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഗസ വിഷയത്തിൽ, രാമക്ഷേത്രത്തിൻ്റെ ഇനോഗ്രേഷൻ സംഗതിയിൽ, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വിഷയത്തിലൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞവരൊക്കെ എടുത്ത നിലപാടുകൾ എന്തെന്നുള്ള ഇവിടുത്തെ ആളുകൾക്കറിയാം. കേരളത്തിലെ ജനത മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്നവരാണ്, സെക്യുലറിസത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ഏത് മതമോ ഏത് ജാതിയോ എന്നുള്ള പ്രശ്നമല്ല. അവിടെ ഒരു നീതിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ജനത പ്രബുദ്ധമായി ചിന്തിക്കും. അങ്ങനെ അധികം കിട്ടുന്ന വോട്ട് കൊണ്ട് ജയിച്ചു കയറാനും കഴിയും എന്നുള്ള ഒരു സംശയവുമില്ല. വിജയം ഇവിടെ സുനിശ്ചിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പൊന്നാനിയിലെത്തുമ്പോൾ ചില സമുദായ സംഘടനകളുടെ ഉൾപ്പെടെ താല്പര്യപ്രകാരമാണ് അങ്ങ് അവിടെ സ്ഥാനാർത്ഥിയായത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? വിമർശനങ്ങളെല്ലാം അതൊരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചോളൂ. കാരണം വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ എല്ലാവരും ഉണ്ടല്ലോ. അത് എല്ലാവരുടെയും പിന്തുണയുണ്ട് എന്നാണ്. ചിലർ പറയുന്നു അത് സമസ്തയുടെ, മറ്റു പറയുന്നു 2 സമസ്തയുടെ, വേറെ ചിലർ പറയുന്നു വേറെ സാംസ്കാരിക സംഘടനകളുടെ പിന്തുണയുണ്ട്. മറ്റു ചിലർ പറയുന്നു സകലമാന രാഷ്ട്രീയ മേഖലയിലെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ചെറിയ ആശീർവാദമുണ്ടെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ലീഗിൻ്റെ തന്നെ നല്ലൊരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വന്നാൽ സംയുക്ത സ്ഥാനാർത്ഥിയാണ് അപ്പോൾ. ഓക്കെ, തീർച്ചയായും സംശയം. ഒറ്റ കാര്യം കൂടെ, നേരത്തെ മുസ്ലിം ലീഗിൽ താങ്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അങ്ങ് വിമർശനം ഉന്നയിച്ചിരുന്നത് പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്നു ലീഗിൽ നിന്നുകൊണ്ടെന്നാണ്. ഇപ്പോൾ പിണറായിയുടെ പാർട്ടിയിലേക്കാണ് അങ്ങ് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും സത്യത്തിൽ അതൊരു മിസ്ഇൻ്റർപ്രിട്ടേഷനാണ്. അന്ന് പറഞ്ഞത് നിങ്ങൾ ചോറ് ഇവിടെയും കൂറ് അവിടെയാണോ എന്നാണ് ഞാൻ ചോദിച്ച വാക്ക്. അതിനർത്ഥമുള്ളത്, ഇപ്പോൾ ഏറ്റവും വിമർശനം ഉന്നയിച്ച ആ ദിവസം, ആ സംഭവത്തിലുള്ളത്, അന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ ചെയ്യുന്ന സമയമാണ്. ബുൾഡോസർ ഒന്ന് നിരപ്പാക്കി കളയുക. ആ സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി അവിടെ ഒരു വൃന്ദക്കാരട്ടെന്നൊരു വനിതയാണ് 2 കൈയും പൊക്കി ബുൾഡോസറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടത്. ഇദ്ദേഹം നാഷണൽ പാർട്ടി നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്താണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മടിയിൽ കനമുള്ളത് കൊണ്ടാണോ വഴിയിൽ പേടി എന്ന് ഞാൻ ചോദിക്കാൻ കാരണം. അതുകൊണ്ട് അവിടേക്കൊന്നും പോയി നോക്കിയില്ല. ഇനി നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ആ പദവി അങ്ങ് ഈട്ടിക്കോ മറ്റവർക്കോ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച കൂറ് വേറെയാണ്. ആ കൂറ് പറഞ്ഞൊരു പേടിയിലുള്ള കൂറാണ്. ഒരു വിധേയത്വത്തിൻ്റെ കൂറുണ്ടല്ലോ, ആ നിർബന്ധിക്കപ്പെടുന്ന കൂറ്, അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് വിമർശന വിധേയം. പൊന്നാനിയിൽ ഈട്ടി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അങ്ങ് പൊന്നാനിയിൽ മത്സരിക്കാനുണ്ടാകില്ല എന്ന രീതിയിലുള്ളൊരു ആവശ്യം പാർട്ടി അറിയിച്ചിരുന്നു എന്നൊരു വിവരമുണ്ട്. അതിലൊരു വസ്തുത എന്താണ്? അത് ചെറിയൊരു വസ്തുതയുണ്ട്. കാരണം കള്ളം പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഈട്ടി ഒരു പഴയ നേതാവാണ്, അദ്ദേഹത്തിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇച്ചിരി പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഈട്ടിയുടെ വികസന പ്രവർത്തനങ്ങളോ മറ്റൊന്നും വിലയിരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു പഴയ നേതാവാണ്. അതുകൊണ്ട് ഞാനൊക്കെ അതിൻ്റെ 2ാം നിരയിൽ കയറി വന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഈട്ടി തന്നെ പൊന്നാനിയിലേക്ക് എത്തിയാൽ അത് ആ സാഹചര്യം മാറി. അത് അപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന സമയമാണ്. അന്ന് പിന്നീട് ഒരു പാർട്ടി യോഗത്തിൽ എനിക്കും വ്യക്തമായി എനിക്ക് ബോധ്യം വരുന്ന വിവരങ്ങൾ എനിക്കുണ്ട്. ആ പാർട്ടി യോഗത്തിൽ ഈട്ടി ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറുന്നു, ഇവിടെ സമദാനി വരുന്നു എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ വാക്ക് കൊടുത്തത്. മുസ്ലിം ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാവും ഇപ്പോൾ പറയാൻ കഴിയുമോ? മുസ്ലിംലെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എത്ര ഭൂരിപക്ഷം എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഇനിയും ഇലക്ഷൻ്റെ ട്രെൻഡ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇലക്ഷൻ്റെ ട്രെൻഡ് മൂർച്ഛിക്കുന്നതനുസരിച്ച് ഭൂരിപക്ഷം കൂടിക്കൊണ്ടേയിരിക്കും.
അത് തന്നെയാണ് പ്രചാരണ പരിപാടികളുടെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ പ്രചാരണ ജാഥ പൂർത്തിയാക്കിയാണ് KS ഹംസ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TV യോട് പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.